എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് ഹാഷ് ബ്രൗൺ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കാം, അതല്ലെങ്കിൽ ഒരു സ്നാക്കായിട്ട് ഉണ്ടാക്കാം. അപ്പോൾ നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇത് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡിഷാണ്. അതിൽ മുട്ടയുണ്ട്, ഉരുളക്കിഴങ്ങുണ്ട്, സബോളയുണ്ട്. അപ്പോൾ അങ്ങനെ നല്ല സ്പൈസി ആയിട്ടുള്ളൊരു ഹാഷ് ബ്രൗൺ. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഹാഷ് ബ്രൗൺ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 3 മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങ് നന്നായിട്ട് തോലൊക്കെ എടുത്തിട്ട് കഴുകിയിട്ടെടുക്കാം. എന്നിട്ട് നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഒരു ഗ്രേറ്റർ വെച്ചിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കാം. എല്ലാം അങ്ങനെ നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തതിന് ശേഷം ഇത് നല്ല തണുത്ത വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. വെള്ളത്തിൽ 2-3 ഐസ് ക്യൂബ്സ് ഇട്ടിട്ട് നന്നായിട്ട് കഴുകാം. ഒരു അരിപ്പയിൽ തുണി വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് അരിച്ചെടുക്കാം. നന്നായിട്ട് വെള്ളമൊക്കെ പിഴിഞ്ഞ് കളയണം. വെള്ളമൊക്കെ നന്നായിട്ട് പിഴിഞ്ഞ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വീണ്ടും ഇതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ മൈദ, ചെറിയ സബോള ചെറുതായിട്ട് കട്ട് ചെയ്തത്, 1/4 ടീസ്പൂൺ മുളക് പൊടി, കുറച്ച് കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഒരേ ഒരു മുട്ട. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആക്കാം. ഇപ്പോൾ എല്ലാം നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു പാൻ വെച്ചിട്ട് ചൂടാവുമ്പോൾ എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ഒരുപാടൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല, ഷാലോ ഫ്രൈ ആണ്. എണ്ണ ചൂടാകുമ്പോൾ നമ്മൾ ഇതിൽ നിന്ന് ഒരു സ്പൂൺ എടുത്തിട്ട് കറക്റ്റ് നല്ല ചതുര ഷേപ്പാക്കി വെച്ച് കൊടുത്താൽ മതി. നിങ്ങളുടെ ഇഷ്ടത്തിന് കുറച്ച് തിക്കായിട്ട്, ഒരുപാട് കനം കുറച്ച് വേണ്ട, കുറച്ച് തിക്കായിട്ട് നമ്മൾ ഇങ്ങനെ ആക്കി കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു 2 മിനിറ്റ് നേരം നന്നായിട്ട് വെന്തതിന് ശേഷം നമുക്ക് മറിച്ചിടാം. അപ്പം നമുക്ക് മറിച്ചിട്ട് നോക്കാം. ഒന്നും കൂടി മൊരിയണം, കുറച്ചും കൂടി ബ്രൗൺ ആവണം. ഒരു മിനിറ്റ് നേരം കൂടെ വെച്ചിട്ട് നമുക്ക് ബാക്കിയൊക്കെ മറിച്ചിടാം. നമ്മൾ ഉരുളക്കിഴങ്ങ് ഗ്രേറ്റ് ചെയ്തിട്ടല്ലേ ഇട്ടേക്കണം, അതുകൊണ്ട് തന്നെ വേഗം തന്നെ വേവും, ഒരുപാട് സമയമൊന്നും വേണ്ടി വരില്ല. എന്നാലും നമ്മളൊരു 3-4 മിനിറ്റൊക്കെ നേരം ഒന്ന് വെച്ചിട്ട് മറിച്ചിട്ടാൽ മതി. തീ ഒരിക്കലും കൂട്ടിയിടരുത്, മീഡിയം ഫ്ലെയിമിലിട്ടാൽ മതി. അതല്ലെങ്കിൽ പെട്ടെന്ന് മേലെ മാത്രം കരിഞ്ഞു പോകും.
ഇത് കറക്റ്റായിട്ടുണ്ട്. ഇത്രയും ബ്രൗൺ ആവണം. ഇപ്പം 2 സൈഡ് നന്നായിട്ട് മൊരിഞ്ഞു. ഇത്രയും മതി, നമുക്കത് എടുക്കാം. അങ്ങനെ നമ്മുടെ ഹാഷ് ബ്രൗൺ, നല്ല ക്രിസ്പി ആയിട്ടുള്ള ഹാഷ് ബ്രൗൺ റെഡിയായി. നല്ല സ്പൈസിയാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കൂ. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. ഇഷ്ടമായാൽ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം.